അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ദീനീ ഖിദ്മത്തിലായി ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി ജീവിച്ച് ഈമാന് സലാമത്തായി ആഖിബത്ത് നന്നായി മരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും അള്ളാഹു തആല തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് വളരെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, സിഹർ സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും മജ്‌ലിസുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യം, അതിൽ വന്ന ഒരുപാട് കമൻറ്റുകളാണ്. ഞാൻ ഈ കമൻറ്റുകൾ ഇങ്ങനെ നോക്കും. ഓരോരുത്തരും അവരുടെ വിഷമങ്ങൾ ഇങ്ങനെ എഴുതി അറിയിക്കുന്നത് കാണും. ഉസ്താദേ, 25 വർഷമായി സിഹറിൻ്റെ കെണിയിലാണ്, 41 വർഷമായി അതിൽ നിന്നൊരു മോചനം ഉണ്ടായിട്ടില്ല. ഉസ്താദേ, കാലാകാലമായി ഇതിൻ്റെ പിന്നിലിങ്ങനെ കിടന്ന് പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഇതൊക്കെ ഒന്ന് മോചനം, എന്നാണ് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം എന്നിങ്ങനെ ഓരോരുത്തർ അവരുടെ വിഷമങ്ങൾ കമൻറ്റിലൂടെ ഇങ്ങനെ പറയുമ്പോൾ എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ച ഒരു കമൻറ്റ് ഞാൻ നിങ്ങളെ മുമ്പിൽ വായിക്കാണ്. വായിക്കാതെ നിവർത്തിയില്ല. ഉസ്താദ് പറഞ്ഞതൊക്കെ ശരിയാണ്. ഇതിനെയൊക്കെ സെക്കൻഡ് കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന ആലിമീങ്ങൾ 25 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇന്നും സിഹറും കണ്ണൂറും ഇതൊക്കെ ബാത്തിലാക്കുന്ന ആലിമീങ്ങൾ, പ്രഗത്ഭരായ ഉസ്താദന്മാർ, സയ്യിദന്മാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്നാൽ മറുഭാഗത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണം, സാമ്പത്തിക ലക്ഷ്യം എന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് ഇരിക്കുന്ന ആളുകളുമുണ്ട്. അതിൽ സിഹർ ചെയ്യേണ്ടതും സിഹർ ബാത്തിലാക്കേണ്ടവർ പഠിച്ചവരുമുണ്ട്, പഠിക്കാത്തവരുമുണ്ട്. പിന്നെ ആ സഹോദരൻ പറഞ്ഞത്, ഇന്ന് ചികിത്സാ രംഗത്തുള്ള ഒട്ടുമിക്ക ആളുകളും ഫോൺ വിളിക്കുന്നവന്റെ വരുമാനമാണ് ആദ്യം അന്വേഷിക്കുന്നത്. പാവപ്പെട്ടവനാണെങ്കിൽ പിന്നീട് വിളിച്ചാൽ പല ഉസ്താദുമാരും ഫോൺ എടുക്കില്ല. മാത്രമല്ല, ഇതിനെയൊക്കെ നേരിടാൻ പറ്റിയ ഇൽമും അമലുമുള്ള ഉസ്താദുമാർ ഇന്ന് പ്രത്യക്ഷത്തിലില്ല. അനുഭവം ഗുരു, വയസ്സ് 52. ആ സഹോദരൻ്റെ ഒരു വിഷമം പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സിഹറും കണ്ണൂറും ഇജാതി പ്രശ്നങ്ങളുമായിട്ട് ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. സാമ്പത്തികമായ ധനനഷ്ടങ്ങൾ, കുടുംബത്തിൽ ഐക്യം നഷ്ടപ്പെട്ടു പോയവർ, ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങി നിൽക്കുന്നവർ, അതേപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ ബാപ്പയും ഉമ്മയും തമ്മിൽ എന്നും കലഹമാണ്, മക്കളും അതേപോലെ മാതാപിതാക്കളും തമ്മിൽ എന്നും പ്രശ്നങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഒന്ന് പറയാം, സിഹറിന്റെ പണി ചെയ്തു കൊടുക്കുന്ന ആള്, അത് ചെയ്യാൻ പോകുന്ന ആൾ, ഞാൻ എപ്പോഴും പറഞ്ഞതാ, അവര് സ്വർഗം കണി കാണൂല. പഠിച്ചോളി, അവര് സ്വർഗം കണി കാണൂല. അതിന് പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ വിളിച്ചത് ഹറാമാണ്. അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ സ്വരൂപിച്ചതും ഹറാമാണ്. ആ സിഹറിന്റെ പണിക്ക് വേണ്ടി എന്തെല്ലാം സമയങ്ങൾ നമ്മൾ ചെലവഴിച്ചോ അതെല്ലാം ഹറാമാണ്. ഹറാം ചെയ്ത പിന്നെ നരകത്തിലാ സ്ഥാനം. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും കൂടുതൽ ഈ പണിക്ക് ഇറങ്ങുന്നവർ പെണ്ണുങ്ങളാണ്. അതും പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ, ഈ കൈരേഖ നോക്കുന്ന ആളുകൾ, രാശി നോക്കുന്ന ആളുകൾ, അല്ലേ, അവരെ സമീപിക്കുന്നതായ ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്. എന്താ അതിന്റെ വിധി എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്.
ആര് പറഞ്ഞു? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ധാരാളം ആളുകൾ പറഞ്ഞൊരു വിഷയം, ഉസ്താദെ പലയിടത്തും പോയിട്ടുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ ഇന്ന ഒരാളെടുത്ത് പോയി, അവിടെ പോയപ്പോൾ എനിക്ക് കുറച്ച് കോഴിമുട്ട എഴുതിയിട്ട് തന്നിട്ടുണ്ട്, കുറെ തകിടുകളും തന്നിട്ടുണ്ട്. ഇതാണ് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാണ് തന്നിട്ടുള്ളത്. ഇത് ഞാൻ മുമ്പ് പോയപ്പോഴും എനിക്ക് തന്ന ഇതാണ്. ഉസ്താദെ എൻ്റെ വീട്ടിൽ ഒരുപാട് തകിടുണ്ട്, വേണമെങ്കിൽ ഞാനത് ഇന്ന് എണ്ണി നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. സുബ്ഹാനല്ലാഹ്, അതിനൊന്നും നമ്മൾ വിമർശിക്കല്ല. അയാൾ പറഞ്ഞു വരുന്ന, ഉസ്താദെ ഇതിലൊക്കെയുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ ഞാൻ പോകാത്ത ആലിമീങ്ങളില്ല, ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞതിൽ, ഉസ്താദെ ഞാൻ പോയതിൽ എനിക്ക് വിശ്വസിക്കുന്നതായ ഉസ്താദന്മാർ ഇപ്പോഴും ഉണ്ട്. കാരണം അദ്ദേഹം കാരണം പറയുന്നത്, അവരൊന്നും എന്നോട് പൈസ പറഞ്ഞിട്ടില്ല, മാറിക്കോളും, നിങ്ങളിത് ചെയ്തോളി, ഇൻഷാ അല്ലാഹ്, അല്ലാഹു റാഹത്താക്കി തരട്ടെ, ദുആ ചെയ്തിട്ടാണ് എന്നെ ഇറക്കി വിട്ടിട്ടുള്ളത്. പക്ഷേ ആ സഹോദരൻ പറഞ്ഞൊരു കാര്യം, ഉസ്താദെ ഇന്നാലിന്ന സ്ഥലത്ത് ഞാൻ പോയി, ഇന്നാലിന്ന സ്ഥലത്ത് പോയപ്പോ അവിടുന്ന് പൈസ പറഞ്ഞു, ഇത്രയാണ് പൈസ പറഞ്ഞു. ആദ്യം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരാളെ സമീപിച്ചാൽ അയാൾ നിങ്ങളോട് പൈസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളെ രോഗം മാറില്ല, നിങ്ങൾ സിഹർ ബാത്തിലാവൂല. ബാത്തിലാവോ? ഇല്ല. പൈസ പറയുന്നവരെ നമ്മൾ എന്ത് ചെയ്യേണ്ട? സമീപിക്കണ്ട. എത്ര സയ്യിദന്മാരുണ്ട്, എത്ര ആലിമീങ്ങളുണ്ട്. എൻ്റെ അടുക്കൽ വരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരാൾ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടട്ടെ, ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് വന്നിരുന്നു, എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല, ഉസ്താദ് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു, ഉസ്താദ് ഇത്ര പൈസ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊരാൾ വന്ന് കമൻ്റ് ഇടട്ടെ. ഒരാളുടെ കമൻ്റ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരാളുടെ കമന്റ് വന്നാൽ, കമന്റുകളൊന്നും ഞാൻ ഡിലീറ്റ് ആക്കാറില്ല. ഒരാൾ, എത്രയോ ആളുകൾ ഓരോ ശനിയാഴ്ചയിലും വരുന്നത് 100, 120 ആളുകളാണ്. ഞാൻ ഒരാളോട് ഞാൻ പൈസ പറയാറില്ല. ഞാൻ അവരോട് വളരെ ഇഖ്ലാസോടുകൂടെ എനിക്ക് 2 ഡിമാൻഡ് ഞാൻ അവരോട് പറയാറുള്ളൂ. ഞാൻ അങ്ങനെ തകിടും കാര്യങ്ങളൊന്നും കൊടുക്കാറുമില്ല. ഞാൻ എൻ്റെ അടുക്കൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉസ്താദ് എന്തെങ്കിലുമൊക്കെ തരും എന്നുള്ള പ്രതീക്ഷയിൽ വരുന്നവർ, ഈ തകിടും ഇതൊന്നും ഫലിക്കൂല എന്നല്ല, ഇതുകൊണ്ടൊക്കെ ധാരാളം ഫലങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയം, അതിനൊന്നും നമ്മൾ വിമർശിക്കല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എൻ്റെ അടുക്കൽ വരുന്നവരോട് ഞാൻ ഖുർആനിൽ നിന്നുള്ള ചില മരുന്നുകളാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. അതിന് ഞാൻ ഒറ്റ ഡിമാൻഡ് ഞാൻ അവിടെ വെക്കാറുള്ളൂ. എന്താണെന്നറിയും? ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ അൽഹംദുലില്ലാ ഇന്നും വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദെ ചെയ്യുന്നുണ്ട് കേട്ടോ ഉസ്താദെ, ഒരുപാട് മാറ്റം. ഇന്നൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ പള്ളിയിൽ നിന്നാ പറയുന്നത്, വെറുതെ പറയല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഏത് സിഹറും ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് അത് നമുക്ക് സലാമത്തിലാക്കി തരും. എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് ഞാൻ ഒരൊറ്റ ഡിമാൻഡേ പറയാറുള്ളൂ. എന്താണെന്നറിയും? ഇത്തരം കാര്യങ്ങൾ ഞാൻ അവർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഖുർആനിൽ നിന്നുള്ള ചില മരുന്നുകൾ, അതിന് ധാരാളം മരുന്നുകൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അത് പറഞ്ഞു കൊടുക്കും. നിങ്ങളിത് ചെയ്തോളി ഇൻഷാ അല്ലാഹ്. ഒന്ന് എനിക്ക് പറയാനുള്ളൂ, 5 വക്ത് നിസ്കാരങ്ങൾ നിലനിർത്തണം. നിസ്കാരം ഉണ്ടാവണം. നിങ്ങൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, നിങ്ങളെ ഭർത്താവ് നിസ്കരിക്കണം, നിങ്ങളെ ഭാര്യ നിസ്കരിക്കണം, നിങ്ങളെ മോൻ നിസ്കരിക്കണം, നിങ്ങളെ മോള് നിസ്കരിക്കണം. വീട്ടിൽ നിസ്കാരമില്ലാത്ത ഒരാളുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എവിടെ പോയിട്ടും കാര്യമില്ല, നമ്മൾ ഈ ചെയ്യുന്നോണ്ടൊന്നും ഫലിക്കൂല, ഫലം ഉണ്ടാവില്ല. ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നമ്മൾ വിട്ടുപോകൂല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്കൊക്കെ ഒരു പ്രശ്നം എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം അള്ളാനെ ഓർക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ നമ്മൾ അള്ളാനെ ഓർക്കണം. നമുക്കൊരു നല്ലൊരു അൽഹംദുലില്ലാ നല്ലൊരു വീട് വെച്ചു, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, എന്നാലൊരു വീട് വെച്ചു, അൽഹംദുലില്ലാ റബ്ബ് ഇത് തന്നല്ലോ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാനെ സ്തുതിക്കുക, അള്ളാനോട് സന്തോഷം പറയുക. നമുക്ക് നേട്ടങ്ങൾ കിട്ടും, സാമ്പത്തികമായ അഭിവൃദ്ധി ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ അള്ളാഹിനോട് എന്ത് ചെയ്യുക? അള്ളാഹിനെങ്ങനെ സ്തുതിക്കുക. ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മൾ അള്ളാഹിനെ സ്തുതിക്കുക. നമ്മൾ അങ്ങനത്തെ ആളുകളായിട്ട് നമ്മൾ മാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മളെ ഇടയിലൊക്കെ ഉള്ള പ്രശ്നം എന്താ പറയുക, നമുക്ക് സന്തോഷം വരുമ്പോൾ അള്ളാഹിനെ ഓർമ്മ ഉണ്ടാവില്ല, ദുഃഖം വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹിനെ ഓർക്കുന്നവരായിട്ടാണ് നമ്മൾ മാറുന്നത്. ആ ഒരു തീരുമാനത്ത് നമ്മൾ മാറ്റം കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിർത്തുകയാണ്.
എന്താണ്? അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര്, ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾ ആരെ സമീപിച്ചാലും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ്, പൈസ നിങ്ങളെ സിഹർ ഞാൻ ബാത്തിലാക്കി തരാം, ഇതിന് ഇത്ര ആവട്ടോ, 25,000 ഉറുപ്പ്യ ആവട്ടോ, അല്ലെങ്കിൽ 40,000 ഉറുപ്പ്യ ആവട്ടോ എന്നൊരാൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും, ഫോൺ മെല്ലെ വെക്കുക. പിന്നെ അവരങ്ങനെ സമീപിക്കണ്ട. നിങ്ങളെ രോഗം മാറൂല. കാരണം എന്താ? നിങ്ങൾ സമീപിക്കും, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിൽ പൈസ എടുത്തു കൊടുക്കും. ഞാൻ വെറുതെ പറയും, ഈ അടുത്ത സമയത്ത് ഒരു കുടുംബം എന്നെ വിളിച്ച്, ഈ അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിർത്തുകയാണ്. ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ വലിയ പ്രയാസത്തിലാണ്. അപ്പോ എന്താന്ന് ചോദിച്ചു. വേറൊരു ആളടുത്ത് ഞങ്ങൾ പോയിരുന്നു, ആളൊന്നും എനിക്ക് പറഞ്ഞെന്നില്ല, ആളടുത്ത് ഞങ്ങൾ പോയിരുന്നു. അപ്പൊ അവര് പറഞ്ഞത്, 16 വർഷമായി നിങ്ങൾ സിഹറിന്റെ കെണിയിലാണ്, നിങ്ങളെ പറമ്പിൽ ഇന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് വേണമെങ്കിൽ എടുത്തു തരാം, അതിന് ഇത്ര ചെലവാകും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവര് വന്നു, അത് എടുത്തു കൊടുത്തു പറമ്പിൽ നിന്ന്. അപ്പൊ ഇതാരാണ്? നിങ്ങളെ ഭർത്താവിന്റെ അനിയനാണ് ഇത് ചെയ്തിട്ടുള്ളത് 16 വർഷം മുമ്പ്. അങ്ങനെ ആ ചെയ്തതൊക്കെ അവരോട് ഞാൻ അതിട്ട് വരാൻ പറഞ്ഞു, കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടെ കൊണ്ടുവന്നത് 16 വർഷം പോയിട്ട് 2 ദിവസം പോലും പഴക്കമില്ലാത്ത സാധനങ്ങളാണ്. അത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കണക്ക് നോക്കിയപ്പോൾ ഈ പറയപ്പെട്ട ആള് കൊണ്ടുപോയി വെച്ചതുമല്ല, ഭർത്താവിൻ്റെ അനിയൻ അങ്ങനെ സംഭവം ചെയ്തിട്ടില്ല. അപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാൻ ചുരുക്കി പറയാ, ഇതൊക്കെ ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, യൂട്യൂബിൽ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് കാണാം, ധാരാളം വീഡിയോസ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഹക്കാണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. പൈസ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണ്ട, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം എൻ്റെ മജ്‌ലിസുകൾ എടുത്തു നോക്കിയാൽ മതി. ഞാൻ അങ്ങനെ സിഹറിൻ്റെ ധാരാളം വീഡിയോ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് ഇതിന് സമയം കിട്ടാറില്ല. അപ്പം ചില സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ പറ്റൂലല്ലോ, അത് തുറന്നു പറയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്ക് നിങ്ങളെൻ്റെ മജ്‌ലിസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ രാത്രി ഒരു മജ്‌ലിസ് നടത്തുന്ന ആളാണ്, അതിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് സന്തോഷം നിലനിർത്തി കൊടുക്കട്ടെ. ആഖിബത്ത് അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാവരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കട്ടെ. അപ്പോൾ ഇത്തരം ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, സൂക്ഷിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പല ആലിമീങ്ങളും സീതമാരൊക്കെ സമീപിക്കുന്നുണ്ടാകും, സമീപിച്ചോളി. പക്ഷേ എനിക്ക് പറയാനുള്ളൂ, നിസ്കാരം നിലനിർത്തുക. അവർ തരുന്ന അമലുകളൊക്കെ ഫലിക്കണം എന്നുണ്ടെങ്കിൽ 5 നേരത്തെ നിസ്കാരം നമ്മൾ നിലനിർത്തണം. ഓരോ ശനിയാഴ്ചയും എൻ്റെ വീട്ടിലേക്ക് വരുന്നവർ സുബ്ഹാനല്ലാഹ്, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. ഞാൻ ഒരൊറ്റ ഡിമാൻഡാണ് ഞാൻ പറയാറുള്ളത്, നിസ്കാരം നിലനിർത്തിക്കോളി. അത് വലിയൊരു കാര്യമാണ്. കാരണം തരുമോ, അത് നിലനിർത്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന അമൽ അവർ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ്, അവർക്ക് ചിലപ്പോൾ 4-5 ദിവസം കൊണ്ട് ഫലം കിട്ടും, ചിലപ്പോൾ 10 ദിവസം കൊണ്ട് ഫലം കിട്ടും, ചിലപ്പോൾ വളരെ പെട്ടെന്ന് അത് ചെയ്യലോടുകൂടെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ മാറിത്തുടങ്ങും. അങ്ങനെ എത്ര ആളുകൾ, സലാമത്തായ എത്രയോ ആളുകളുണ്ട്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഇനി എന്നാ ഉസ്താദ് ഉണ്ടാകാന്ന് ചോദിക്കുന്നവരുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഞാൻ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആയുസ് തന്നാൽ എല്ലാ ശനിയാഴ്ചയും ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാകുമ്പോൾ അതാ പറഞ്ഞത്, വ്യാഴാഴ്ച വിളിക്കുക, അല്ലെങ്കിൽ ബുധനാഴ്ചക്കൊന്ന് വിളിക്കുക, ഉസ്താദ് ശനിയാഴ്ച ഉണ്ടാകും എന്നാ ഉണ്ടാകുക. അങ്ങനെ ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പറേ ഞാൻ കൊടുക്കുന്നുള്ളൂ. എന്നെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരും എന്നാ ഉണ്ടാകുക എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ വന്നാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിസ്കാരം നമ്മൾ നിലനിർത്തണം. നമ്മളൊക്കെ മരിച്ചു പോകാനുള്ള ആളുകളാണ്. മരിച്ച് നമ്മളെ കൊണ്ടുപോയി വെക്കുന്നൊരു വീടുണ്ട്, ഖബർ. അവിടെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ 5 നേരത്തെ നിസ്കാരം നിലനിർത്തുന്നവരായി നമ്മൾ മാറണം. സിഹറിന്റെ പണി ഒരാൾ ചെയ്യരുത്. അത് ഒരാൾ വീട് വെച്ചാൽ, അയാൾക്ക് ഉയർച്ച കിട്ടിയാൽ, ഗൾഫിൽ നല്ല റാഹത്തായി കഴിഞ്ഞാൽ, മറ്റുള്ളവരോട് അസൂയ തോന്നുന്നു
തോന്നുമ്പോൾ നമ്മൾ നമ്മളിൽ പലരും ചെയ്തു വെക്കുന്ന ഒരു പണിയാണ് സിഹർ. ഞാൻ ഇന്നേ വരെ സിഹറിന്റെ പണി ഞാൻ ചെയ്തിട്ടില്ല. വല്ലാഹി പടച്ചവനെ തന്നെയാണ് സത്യം, സിഹറിന്റെ പണി ചെയ്തിട്ടില്ല. ഇനിയൊട്ട് ആ പണി ചെയ്ത് കൊടുക്കുകയുമില്ല. കാരണം എന്താ? സ്വർഗം നഷ്ടപ്പെട്ടു പോകും, കാലാകാലം നരകത്തിലാവും, ആഖിബത്ത് മോശാവും, വെള്ളം കിട്ടാതെ പെടഞ്ഞ് ഈമാൻ നശിച്ചിട്ട് മരണപ്പെട്ടു പോകും. നമ്മൾ ഈ നിസ്കാരമൊക്കെ വെറുതാവും, നമ്മൾ ഈ പഠിച്ചതും ഇൽമും ഇഖ്ലാസും എല്ലാം വെറുതാവും. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ പൈസയൊക്കെ തരും, പക്ഷെ ആ സുഖം താൽക്കാലിക സുഖമാണ്. അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് സുഖം കിട്ടേണ്ട സ്വർഗത്തിലാണ്. അതിന് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ ധാരാളം ആളുകൾ നേരത്തെ പറഞ്ഞില്ലേ, പല ആളുകളും ചോദിക്കുന്നത് വരുമാന മാർഗങ്ങളാണ് ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാം, നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ തിരക്കിലാകും. അസറിന് ശേഷം നിങ്ങൾ വിളിച്ചോളി, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവങ്ങളും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാണ്, ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങളാകാം, എനിക്കറിയൂല, അല്ലാഹു ആലം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ വിഷയമാണ്. 5 നേരത്തെ നിസ്കാരം ഞാൻ എൻ്റെ നഫ്സിനോട് പറയാം, ഞാനെപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റൂല, നിങ്ങളെപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റൂല. അള്ളാഹു നമുക്കൊരു സമയം കണക്കാക്കിയിട്ടുണ്ട്, അതുവരെ ഇവിടെ ഉണ്ടാവുള്ളൂ. ആ ഉള്ള സമയം അള്ളാഹിൻ്റെ പൊരുത്തത്തിലായിട്ട് ജീവിക്കുക. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസൊക്കെ പതിവാക്കുക. ദിക്റുകൾ ധാരാളം ചൊല്ലുക. അള്ളാഹു എല്ലാ ശൈത്വാന്മാരെ ശർറിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സാഹിര്യങ്ങളെ സിഹറിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അല്ലാഹു തആല നമ്മുടെ ജീവിതം അല്ലാഹു റാഹത്തിലാക്കട്ടെ. സിഹർ കൊണ്ട് കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് സലാമത്ത് കൊടുക്കട്ടെ എന്ന് വളരെ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.